Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, we can start. Yes, ma'am. Okay, please. Prayer. ഞാൻ ചൊല്ലാം. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. ഗുഡ് ആഫ്റ്റർനൂൺ ആൾ. Okay, so what's next? I think വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്ക് ഇനി ക്ലാസ്സസ് ഉള്ളൂ. അങ്ങനെ ഡിമാൻഡ് ചെയ്തോ പെട്ടെന്ന് തീർക്കണം? യെസ് പ്ലീസ്. എന്ത് പറ്റി പെട്ടെന്ന് ക്ലാസ് തീരണം എന്നൊരു ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, തീരണതൊന്നുമില്ല. പിന്നെ അടുത്ത അക്കാദമിക് ഇയർ തുടങ്ങണതിന് മുമ്പ് ഒന്ന് തീർക്കാനുള്ള അതാണോ? അത്രേ ഉള്ളൂ. ഇനി മക്കൾക്ക് സ്കൂൾ തുടങ്ങുമ്പോഴും പിന്നെ ഇനി ജോലിക്കൊക്കെ കയറണമെങ്കിലൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയാലേ അപ്പത്തേനും പറ്റുള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാതെ വേഗം ചടപടിയാനും തീർക്കണമെന്നൊന്നുമില്ല. ഓക്കെ, എനിവേ ഇന്നും ഇന്നിപ്പോ അതിര മിസ്സിന്റെ ക്ലാസ് അവരെല്ലാം ഫിനിഷ് ചെയ്തല്ലോ അവരുടെ പോർഷൻസ്. സോ ഇന്ന് ഞാനാണ്, ദെൻ നാളെ എന്റെ ക്ലാസ് ആണ്. പിന്നെ മറ്റന്നാള് ദാറ്റ് മീൻസ് ഫ്രൈഡേ 11 o'clock ആയിട്ട് ടൈം ഒന്ന് മാറ്റുവാണ്. അതൊക്കെയാണോ? കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, എനിക്ക് 12:30 ക്ലാസ് ഉണ്ട്. 12 വന്നു കഴിഞ്ഞാല് അത് ബുദ്ധിമുട്ടാവും. അപ്പൊ ആ ക്ലാസ്സും ആകെ കുഴപ്പത്തിലാവും. അതുകൊണ്ട് 11 നിങ്ങൾ ജോയിൻ ആവുകയാണെങ്കിൽ വെരി കംഫർട്ടബിൾ ഫോർ മീ. So please make comfortable yourself and please do join on that time itself. Okay, 11 എന്നൊക്കെ പറയുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. 11 തൊട്ട് 12 വരെയാണ്. അതെ, 12 വരെ. ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും ടോപ്പിക്സിൽ നിൽക്കുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം ഇന്നത്തെയും നാളത്തെയും ക്ലാസ് ഞാൻ നോക്കിയിട്ട് ഫ്രൈഡേ കൊണ്ട് തീർന്നില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും നാളെ നൈറ്റ് നിങ്ങൾക്ക് ജോയിൻ ആവാൻ ബുദ്ധിമുട്ടുണ്ടോ? 8 o'clock 8 ഉള്ള ടൈം ഓക്കെ ആണോ? ആരും ഒന്നും പറഞ്ഞില്ല. തംസപ്പ് കുറെ കണ്ടു. ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണൽ ടൈം, പ്രെയർ ടൈം അതിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുവാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. We have to adjust the time according to that.
ഉച്ച കഴിഞ്ഞുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ടു ബി, വേറെ ഒന്നുമല്ല, ഉച്ച കഴിഞ്ഞ് 3:30 തുടങ്ങി ഞാൻ വൈബയിലായിരിക്കും. എന്നാലും ഒരു ക്ലാസ് തരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖമില്ലാത്ത ടൈം അല്ലേ. ഈ മഴയൊക്കെയാ മിസ്സേ ഉച്ച കഴിയുമ്പോ. ഈവനിങ് ആവുമ്പോ അപ്പൊ അതൊന്നും എനിക്ക് 8 മണി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒന്ന് മഴ ഒന്ന് ഒതുങ്ങുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് എൻവയോൺമെന്റ് പ്രിപ്പയർഡ് ആകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. സോ ഞാൻ എന്റെ നോട്ട്സ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇതൊരു കോർ ടോപ്പിക്കാണ് മോണ്ടിസോറി മെത്തേഡിന്റെ. ഇത് നമുക്ക് ഭയങ്കര സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റും. വി ആർ കേപ്പബിൾ ഫോർ ദാറ്റ്. എന്ന് വെച്ചാൽ ഈ ഒരു പാർട്ട് 3 കഴിയുമ്പോഴേക്കും ഒരു 99% യു പീപ്പിൾ ആർ ഓൺ ദ ജേർണി ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. നിങ്ങൾ ആയിക്കഴിഞ്ഞു, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ ആയിക്കഴിഞ്ഞു. ഓക്കെ, പിന്നെ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ വേറെ നമ്മൾ എവിടെയായിരുന്നു മിസ്? റോൾ ഓഫ് മോണ്ടിസോറി ടീച്ചർ, അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രിപ്പയർ ആൻഡ് കമ്മ്യൂണിക്കേഷനും എക്സംപ്ലറും കഴിഞ്ഞു. ഇനി ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റി തൊട്ട് തുടങ്ങണം. ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റി എന്നുള്ളത് റോൾ ഓഫ് മോണ്ടിസോറി ടീച്ചർ കണ്ടോ മാം? കണ്ടു. ഓക്കെ, ഒബ്സർവർ അല്ലെങ്കിൽ ഒബ്സർവേഷൻ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിറ്റി, നീഡഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിന് പുറമെ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. സോ നമുക്ക് നിങ്ങൾക്ക് മോഡൽ എക്സാം വരും, പിന്നെ മെയിൻ എക്സാം വരും. അപ്പോ നമുക്ക് പി ജിയും കൂടി ഉണ്ട് അല്ലെ. പി ജിയുടെ എക്സാം അപ്പൊ പെട്ടെന്നാവും, കാരണം നമുക്ക് ഈ ഒരു ടൈമിൽ തീർക്കണമെങ്കിൽ. അപ്പൊ പി ജി നമുക്ക് സെമിനാർ ടോപ്പിക്സ് ആയിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 2-3 hours അല്ലെങ്കിൽ 2-3 സെഷൻസ് ചോദിച്ച് സെമിനാർ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത ഒരു സെഷൻ ചോദിക്കാം. ഇനി അതല്ല നിങ്ങളത് റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നോ പ്രോബ്ലം, റിപ്പോർട്ടായിട്ട് ചെയ്താലും മതി. അത് ആലോചിച്ച് തീരുമാനിക്കൂ, നമ്മുടെ ടൈമും കൂടെ ഒക്കെ നോക്കിയിട്ടേ. കാരണം ഇനിയിപ്പം നെക്സ്റ്റ് വീക്കിൽ കുറച്ച് ദിവസം സ്റ്റഡി ലീവ് തന്നിട്ട് മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അത് കഴിയുമ്പോഴേക്കും ലൈക്ക് മോഡൽ എക്സാം കഴിയുമ്പോൾ മിക്കവാറും പ്രാക്ടിക്കൽ സെഷൻസ് ഓൺലൈൻ ആയിട്ട് നമുക്ക് വേണമല്ലോ. പി ജിയുടെ മെയിൻ എക്സാം കൂടെ വന്ന ആകെ ഹർബറി ആവല്ലോ മിസ്സേ. മോഡൽ എക്സാം, അത് കഴിഞ്ഞ് പി ജിയുടെ മെയിൻ, മോഡല് മെയിന്, പിന്നെ ഇതിന്റെ മെയിൻ, എല്ലാം കൂടെ ഒരു ഹർബറി ആവോ മിസ്സേ? നമുക്കത് മാനേജ് ചെയ്യാം, ഈ കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ. അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷമുള്ളത് വളരെ സ്മൂത്ത് ആവുമല്ലോ. പക്ഷെ പ്രാക്ടിക്കൽ സെഷൻ വേണ്ടേ? വാട്ട് ഈസ് ഇറ്റ്? അതും വേണം മാം. അത് ഓൺലൈനായിട്ടും വേണമല്ലോ. കാരണം എല്ലാവർക്കും വരാൻ പറ്റണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വരാൻ പറ്റാത്ത പിങ്കി ഡിസ്ചാർജ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും പിങ്കി ക്ലാസ് കാണലൊന്നും പറ്റില്ലായിരിക്കും, കാരണം ഫിസിക്കലി നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. സോ എന്തായാലും ഓൺലൈൻ സെഷൻ കഴിഞ്ഞിട്ടാണ്, പ്രാക്ടിക്കൽ സെഷന്റെ ഓൺലൈൻ സെഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള സെഷൻസ് വരുന്നത്. പിന്നെ എന്താ വെച്ചാല് അപ്പൊ നമുക്കപ്പോ മോഡൽ എക്സാമിന്റെ ഡേയും എല്ലാം കൂടെ ഒക്കെ ഒന്ന് നോക്കണം. ഒരു സാറ്റർഡേ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടുള്ളത്. ചെയ്യാനുള്ള വർക്കുകളൊക്കെ ചെയ്യുക, മോക്ക് ടെസ്റ്റ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ 100 ക്വസ്റ്റ്യൻ വരുന്ന ഫുൾ മോഡ്യൂൾ 1ന്റെ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഷെയർ ചെയ്യും വിത്ത് ആൻസർ കീസ്. ടേം എക്സാം എന്നുള്ള രീതിയിൽ അത് മോഡ്യൂൾ 1ലെ 4 പാർട്ടിലെ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യാം. 200 ക്വസ്റ്റ്യൻസ് വരും. 1-2 ഒക്കെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഐ എം നോട്ട് ഷുവർ. അപ്പൊ അത് നിങ്ങൾക്ക് അതും മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ മോഡൽ എക്സാമും കൂടെ കഴിയുമ്പോൾ ഈ മോക്ക് ടെസ്റ്റ്
200 ക്വസ്റ്റ്യൻസ്. ദെൻ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ എക്സാം ഓക്കെ ആയിരിക്കും. മെയിൻ എക്സാമിന് ക്വസ്റ്റ്യൻസ് അത്രയും ഇതിൽ നിന്നേ വരുള്ളൂ. പുതിയതായിട്ടൊന്നും മെയിൻ എക്സാമിന് ഉണ്ടാകില്ല. ബട്ട് മോഡൽ മേ ബി സംതിങ് ഡിഫറെന്റ്. കാണാതെ പഠിക്കുന്ന പരിപാടി ആരും ചെയ്യരുത്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് മനസ്സിലുള്ള ആൻസർ ആ ഓപ്ഷനിൽ ഉണ്ടോ എന്നല്ല ഫസ്റ്റ് നോക്കേണ്ടത്, എല്ലാ ഓപ്ഷൻസും നോക്കുക. ചിലപ്പോൾ നമുക്ക് ആൻസർ അറിയില്ലെങ്കിൽ ചിലപ്പോൾ 4 ഓപ്ഷൻസിൽ 3 ഓപ്ഷൻ നമുക്ക് റീഡ് ചെയ്യുമ്പോൾ ഇതെന്തായാലും വരില്ല, സോ ദിസ് വിൽ ബി എന്നുള്ളൊരു ഫീല് വരില്ലേ, ആ രീതിയിൽ. പിന്നെ എല്ലാ ഒരെണ്ണം മാത്രം ശരി ബാക്കിയെല്ലാം തെറ്റൊന്നും ആകാൻ ചാൻസസ് ഇല്ല. ബിക്കോസ് എല്ലാം ശരിയായിട്ട് വരാം. ബട്ട് ഏറ്റവും ശരി ആപ്റ്റ് ഓപ്ഷൻ അതാണ് നമ്മൾ എടുക്കേണ്ടത്. കഴിഞ്ഞു പോയോ നോക്കണേ. ദെൻ വൈവ സ്റ്റാർട്ട് ചെയ്യണം. അതും ഒരു കാര്യമാണ്. മാം വൈവ പ്രാക്ടിക്കലിന് വരുമ്പോ അവിടെ നേരിട്ട് ചെയ്യാൻ എന്തോ അപർണ മിസ് പറയുന്നത് കേട്ടു. അങ്ങനെ ചെയ്യാം, അത് കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം MT4 വന്നപ്പോ 10-12 പേരുടെ ഞങ്ങൾ അവിടെ വെച്ചങ്ങ് തീർന്നിരുന്നു. നിങ്ങൾ ടോട്ടൽ എത്ര പേരുണ്ട്? അറിയോ? ഇപ്പോ 45 പേരാണ് ജോയിൻ ആയിരിക്കുന്നത്. 44 പേര്. ടോട്ടൽ എത്ര പേരുണ്ട്? ശരിക്കുമുള്ള ഒരു സ്ട്രെങ്ത് എത്രയാ? വൈവിക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം മാക്സിമം ട്രൈ ചെയ്യൂ. പ്രാക്ടിക്കലിന് അവിടെ വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് തന്നെ ഇപ്പൊ നേരത്തെ പോകാൻ ആവശ്യമില്ലാത്തവര് ദൂരേക്ക് അങ്ങനെയൊക്കെ നമുക്കൊന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. സെഷൻ ഉച്ചയോട് കൂടി തീരും. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്താലും 10:30 സ്റ്റാർട്ട് ചെയ്താലും 1 o'clock മുമ്പ് തന്നെ സെഷൻ തീരും. ഓക്കെ, അതൊക്കെ പ്ലാൻ ചെയ്യൂ. ഇപ്പൊ നമുക്ക് എക്സാമ്പിള് പറഞ്ഞിരുന്നു അല്ലെ, എന്നുവെച്ചാല് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഒരു എക്സാംപ്ലർ, ഒരു നല്ലൊരു ഉദാഹരണമായിരിക്കണം. കുട്ടികളെ എൻകറേജ് ചെയ്യണം. അവരുടെ ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കണം അവരുമായിട്ട്. അല്ലാണ്ട് അവരൊരു യൂണിറ്റ്, കുട്ടികൾ വേറൊരു യൂണിറ്റ്, ആ ഒരു രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള കാര്യമല്ല വേണ്ടത്. പിന്നെ വാം ലവ് അത് ആവശ്യമാണ്. ടു ലവ് ആൻഡ് ടു ബി ലവ് ഏതൊരു ഹ്യൂമൻ ബീയിങ്ങും ആഗ്രഹിക്കുന്ന, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. ഫിസിക്കലി അല്ലൂറിങ്, ഹൈലി അട്രാക്റ്റീവ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞു നമ്മൾക്ക് ചേരുന്ന വേഷം വളരെ സിമ്പിൾ മേക്കപ്പ് ഉണ്ടെങ്കിലും അവർക്ക് ഇഷ്ടമൊക്കെയാണ്. കുട്ടികൾക്ക് നെയിൽ പോളിഷ് ഇടുന്ന കാണുന്നത് ചില കുട്ടികൾക്ക് ഇഷ്ടമാണ്. പൊട്ട് വയ്ക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. അപ്പൊ നമ്മള് നമുക്ക് ചേരുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ whatever make us more attractive and more close to the kids അതുപോലെ ചെയ്യാം. ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഡ്രസ്സിലായിരിക്കണം. ഷാബി ആയിട്ട് മുഷിഞ്ഞ ഡ്രസ്സിലോ മുടിയൊക്കെ പാറിപ്പറന്നും ആ ഒരു രീതിയിലൊന്നും പോകരുത്. കുട്ടികളുടെ കോൺഫിഡൻസ്, റെസ്പെക്ട്, അതിപ്പോ എത്ര വലിയ ക്ലാസ്സിലേക്ക് പോയാലും അങ്ങനെ തന്നെയാണല്ലേ. കുട്ടികൾ അവർക്ക് ഭയങ്കര ഇഷ്ടം ടീച്ചർമാർ ഇങ്ങനെ നല്ല ഒടുങ്ങിയൊക്കെ വരുന്നത്. അവര് ചിലര് പറയുകയും ചെയ്യും, ഒരു കോംപ്ലിമെന്റ് തരുകയും ചെയ്യും. യു ലുക്സ് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പൊളിറ്റിക്കൽ വർക്ക് ചെയ്യുമ്പോൾ അത് നല്ലപോലെ തന്നെ ശരിക്കും കിട്ടിയിട്ടുള്ള ഒരു കോംപ്ലിമെന്റ് ആയിരുന്നു. ആ ഒരു ടൈമില് അവര് പറയും അങ്ങനെ ഏത് കളറാ നമുക്ക് ചേരുക. പെൺകുട്ടികളും ആൺകുട്ടികളും പറയൂ കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ഹാർട്ട് നല്ല പ്യുവർ ആയിരിക്കണം, നമ്മുടെ സ്പിരിറ്റ് നല്ല പ്യുവർ ആയിരിക്കണം. അത് എങ്ങനെ ആക്കിയെടുക്കാം എന്നുള്ളതിന്റെയാണ് അതിന്റെ 3 എലമെന്റ്സ്, ഇൻക്ലൂഡ്സ് 3 എലമെന്റ്സ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റി. ദെൻ അതിൽ വരുന്നതാണ് ട്രൂ സ്പീച്ച്. അതില് വന്നിട്ടുള്ളതാണ് അത്, അതോ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് മിസ്? 2 1 ഇട്ടിട്ട് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. വരുന്നത് തന്നെയാണ് ടു സീ ചിൽഡ്രൻ ആസ് ഇൻഡിവിജ്വൽസ്. അതിലൊരു മെയിൻ പോയിന്റ് ആണ്. ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എല്ലാവരോടും ഒരു മനുഷ്യത്വം എന്നൊക്കെ നമ്മൾ പറയണ പോലെ എല്ലാവരോടും കൺസേൺ. എല്ലാവരും ഓരോ പേഴ്സൺ ആണ്, പേഴ്സണാലിറ്റി ആണ്, അതിനെ റെസ്പെക്ട് ചെയ്യുക, അല്ലാതെ പുച്ഛിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല.
ആ ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റി കുട്ടികൾക്കും അത് ആവശ്യമാണ്. റെസ്പെക്റ്റും അവരെയും ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കാണും. അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ്. 3 to 6 years എന്ന് പറഞ്ഞാൽ സെൽഫ് കൺസ്ട്രക്ഷന്റെ ടൈമാണ് അവർ ശരിക്കും. സോ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവരും ഒരു ഇൻഡിവിജ്വൽ ആണ്. അവരുടെ ഫീലിങ്സും അവരുടെ നീഡ്സും എല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ടു സീ ചിൽഡ്രൻ ആസ് ഇൻഡിവിജ്വൽസ് എന്നുള്ളത്. അപ്പൊ ആ ഒരു സെക്കൻഡ് വൺ വന്നിട്ട് ഫെയ്ത്ത് ആണ്. നമ്മൾ ട്രസ്റ്റ് അല്ലേ, ഒരാളെ വിശ്വസിക്കുന്നു. അപ്പൊ കുട്ടികൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് റിവീൽ ചെയ്യും നമ്മളോട്. അവർക്കൊരു വിശ്വാസം തോന്നുവാണെങ്കിൽ ആ വ്യക്തിയോട് അവരെല്ലാം റിവീൽ ചെയ്യും. ഓക്കെ, ദെൻ ഗെറ്റ് ടു സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ. നമ്മൾ പറഞ്ഞ ഒബ്സർവേഷൻ ആണ് ഏറ്റവും ആവശ്യമുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഒബ്സർവേഷനിലേക്ക് എത്താൻ പലപ്പോഴും നമുക്ക് പറ്റിയെന്ന് വരില്ല ഒബ്സർവേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. വീട്ടിൽ നിന്ന് നമ്മളൊരു ടെൻഷനിലാണ് ഇറങ്ങിയത്, നമുക്ക് അന്നത്തെ ദിവസം ലീവ് വേണം, പക്ഷെ ലീവ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, നമ്മുടെ കുഞ്ഞിന് സുഖമില്ല, കുഞ്ഞിനെ വീട്ടിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ട് നമ്മൾ സ്കൂളിലേക്ക് വരികയാണ്. പക്ഷെ നമ്മുടെ തലയിൽ മുഴുവനും അബൌട്ട് അവർ കിഡ് അതിന്റെ ഇതാണ്. അവിടെ ഇപ്പൊ നമുക്ക് സ്കൂളിൽ വന്ന് ശരിയായ രീതിയിൽ അവിടെയുള്ള കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓക്കെ ആണ്, ഐ ആം റെഡി ടു ഡു ദിസ് എന്ന് തോന്നുമ്പോൾ മാത്രം ചെയ്യാൻ. അവിടെ ചെന്ന് കഴിഞ്ഞ് വേറൊരു ലീവ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വേറൊരാളെ ആ ജോലി ഏൽപ്പിക്കുക, കൂടെ ഉണ്ടാവും, ഒറ്റയ്ക്കായിരിക്കില്ല മിക്കവാറും. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റി, അതിലെ തന്നെ ടു സീ ചിൽഡ്രൻ ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫെയ്ത്ത്. അവിടെ വരെ ആരാ ഒന്ന് റീഡ് ചെയ്യാം? Interest in humanity, the training of the spirit. അവിടെ തുടങ്ങിയിട്ട് രണ്ടാമത്തെ പോയിന്റ് ആയ ഫെയ്ത്ത് താഴെയുണ്ട്. ഒറ്റ സെന്റൻസേ ഉള്ളൂ ഫെയ്ത്തില്. ഓക്കെ, ഫസ്റ്റും 2 പോയിന്റ് ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റി ടു സീ ചിൽഡ്രൻ ആസ് ഇൻഡിവിജ്വൽസ്, അത് രണ്ടും അതും ആ ഫെയ്ത്തും കൂടെ വായിച്ചോളൂ. ഞാനത് പറഞ്ഞു, ഫെയ്ത്ത് വരെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു. ഞാൻ വായിക്കാം മിസ്സേ. Interest in humanity, the teacher must have an internship with the children in the classroom. Once the teacher has made this act of humility, she will no longer look upon herself as someone whose duty is to mold the developing personalities. Further, she must regard herself as one that serves. She must observe the limits of her obstruction by leaving the child free to choose his work. To see children as individuals, the Montessori teacher must treat each child as an individual, each different and unlike any other. Each has his own potential for life. Her duty is to provide a conducive environment to aid their psychic progress. She must ensure that each child is loved and has the right to be loved. But faith, it is based on the faith that the child can and will reveal himself. ഓക്കെ, ഇൻട്രസ്റ്റ് ഇൻ ഹ്യൂമാനിറ്റി. ആ ഒരു എന്താ പറയാ, നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഹാർട്ട് പ്യൂരിഫൈഡ് ആയിരിക്കണം, നമുക്കൊരു കൺസേൺ വേണം, എംപതി വേണം, ഇതെല്ലാം വേണം. ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ് ടീച്ചർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും, അതായത് ഫെസിലിറ്റേറ്റർക്കും കുട്ടികൾക്കും. അപ്പൊ ഒരു ഹ്യൂമിലിറ്റി, ആ ഒരു ഹംബിൾനെസ്, കുട്ടിയെ നോക്കണം, പിന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു സ്വയം തോന്നണം, ഞാൻ സെർവ് ചെയ്യാൻ വന്നതാണ്, ഞാൻ ഫെസിലിറ്റേറ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് വലിയ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കരുത്, ഞാൻ ടീച്ചർ ആണെന്നുള്ള ധാരണയിൽ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അവരെ സെർവ് ചെയ്യാനാണ്. ആ ഒരു ഹംബിൾനെസ് ഈ ഒരു ഫെസിലിറ്റേറ്ററുടെ മനസ്സിലുണ്ടാവണം. കുട്ടികളെ ഒബ്സർവ് ചെയ്യണം, ആ കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു ലിമിറ്റ്സിൽ നിന്ന് തന്നെ ഒബ്സർവ് ചെയ്യണം. കുട്ടികളെ ഫ്രീ ആക്കി വിടണം, അവർക്ക് റെസ്ട്രിക്ഷൻസ് കൊടുക്കാതെ, അവരെ തടസ്സപ്പെടുത്താതെ കുട്ടികളെ ഫ്രീ ആയിട്ട് വിടണം. ആ ഒരു വർക്ക് ചൂസ് ചെയ്യാനായിട്ട്, അവർ ചെയ്യുന്ന വർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് ഫ്രീ ആയി ചെയ്യാനായിട്ട് കുട്ടികളെ ലീവ് ചെയ്യണം, ഫ്രീ ആക്കി വിടണം. കുട്ടികളെ ഇൻഡിവിജ്വൽസ് ആയിട്ട് കാണണം, അവരുടെ സെൽഫ് കൺസ്ട്രക്ഷൻ, അവർ സെൽഫ് മെയ്ഡായി വരുവാണ്, മോർ ഇൻഡിപെൻഡന്റ് ആണ്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാണ്, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ എല്ലാം ഒരു ഫാസ്റ്റ് ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ് ഈ ഒരു പ്രീ സ്കൂൾ ഏജ് എന്ന് പറയുന്നത്, ഒരു 3 to 6 years. ആ സമയത്ത് നമ്മൾ അവരെ എന്തിനും തടസ്സപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വളർച്ച മുരടിക്കുന്നു പറയില്ലേ, അതുപോലെ അവരുടെ മെന്റൽ ഡെവലപ്മെന്റിനെ ഭയങ്കരമായിട്ട് അത് തടസ്സപ്പെടുത്തും, അറസ്റ്റ് ചെയ്യും.
ഓരോ കുട്ടിയും ഒരുപോലെയല്ല. ഒരാള് മറ്റാളിൽ നിന്ന് നല്ല ഡിഫറെന്റ് ആയിരിക്കും, യുണീക്ക് ആണ് അല്ലെ. ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പം ഒരു ടീച്ചറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, നല്ലൊരു കോൺട്രിബ്യൂട്ട് ആയിട്ടുള്ളത് എല്ലാം വരുന്നത് അവരുടെ എന്താ പറയാ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു കൺഡ്യൂസീവ് എൻവയോൺമെന്റ്, അതായത് കോൺട്രിബ്യൂട്ടിങ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സൈക്കിക് പ്രോഗ്രസ് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നാഗാലാൻഡിൽ നിന്ന് 2 ട്രെയിനീസ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പുതിയ ബാച്ചില്, കിം ആൻഡ് ചോങ്. അവര് 2 പേരും വർക്ക് ചെയ്യുന്നവരാണ്. രണ്ടുപേരും ടോപ്പ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാ. ഒരാള് ബാംഗ്ലൂര്, ഒരാള് അതുപോലെ തന്നെ ഇവിടെ മാള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോളി ഗ്രേസ് സ്കൂളിലുണ്ട്. 2 പേരും അവിടെ വർക്ക് ചെയ്യും. ഞാൻ ചോദിച്ചു നിങ്ങൾ വർക്ക് ചെയ്യാണ്, സോ എന്തിനാണ് ഓൺലൈൻ ആയിട്ട് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം, അതുകൊണ്ടാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് ലാംഗ്വേജ് ഇഷ്യൂ ആണ്. അപ്പം മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻവയോൺമെന്റിലേക്ക് വരുന്ന എല്ലാ കുട്ടികൾക്കും അവർക്കനുസരിച്ച് എൻവയോൺമെന്റ് മോഡിഫൈ ചെയ്യണം. അതാണ് എൻവയോൺമെന്റിന്റെ പ്രത്യേകത. ഇപ്പൊ ഞാനൊക്കെ പോയിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, റെഗുലർ പോയിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം, അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. കാരണം അവിടെ ഞങ്ങൾക്ക് 1 വീക്കിന് ശേഷം ആഫ്റ്റർ 1 വീക്ക് മലയാളം പറയാനേ പാടില്ല, സമ്മതിക്കില്ലായിരുന്നു, ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. പക്ഷെ നമുക്കത് നടക്കുന്നില്ല. അതാണ് എനിക്കൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. ഈവൻ ദോ നമ്മൾ ചെല്ലുന്ന കുട്ടികളെ നമ്മൾക്ക് ഇംഗ്ലീഷിൽ തന്നെ പഠിപ്പിക്കണം, അതും ഒരു കാര്യമാണ്. കാരണം അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അവിടെ പ്രോപ്പർ ലാംഗ്വേജ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ ദാറ്റ് ഇസ് അവർ മിസ്റ്റേക്ക്. അത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റണം, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, നമ്മൾ അപ്ഡേറ്റഡ് ആകണം. അവരുടെ ഇംഗ്ലീഷ്, അവരുടെ ലാംഗ്വേജ് തന്നെ ഇംഗ്ലീഷാണ്. നാഗാസ് അവരുടെ എന്തോ ഒരു ലാംഗ്വേജ് അവരങ്ങനെ പറയാനൊന്നുമില്ല, പക്ഷെ അവർ മെയിൻലി അവരുടെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. നമുക്ക് മലയാളം എന്ന് പറയുന്നത് അവർക്ക് ഇംഗ്ലീഷാണ്. നല്ല രസമായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട് കേട്ടോ, ആയിട്ടുണ്ട്. പ്രൊനൗൺസിയേഷനൊന്നും പ്രോബ്ലം ഒന്നുമില്ല, വെരി ക്യൂട്ട്. അപ്പം അങ്ങനെ അപ്പൊ ഇത് അവർക്ക് റെഗുലർ ക്ലാസ്സിൽ കയറാൻ പറ്റില്ല, കാരണം അവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ, ടീച്ചേഴ്സാണ്. റെക്കോർഡ് ക്ലാസ് കേൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിട്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല, കാരണം മലയാളത്തിലല്ലേ ക്ലാസ്സസ് പോകുന്നത്. അങ്ങനെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു ഇന്നലെ 2 പേരുമായിട്ടൊരു ഗൂഗിൾ മീറ്റ് ഒക്കെ വെച്ചു. അപ്പൊ നമ്മളിപ്പം ഡിസൈഡ് ചെയ്തിരിക്കുന്നത് എല്ലാ ക്ലാസ്സിന്റെയും ലാസ്റ്റ് 20 മിനിറ്റ്സ്, ഒരു 15 to 20 മിനിറ്റ്സ് ആ ക്ലാസ്സിൽ നടക്കുന്ന എന്ന് പറഞ്ഞതെല്ലാം ഇംഗ്ലീഷിൽ അങ്ങ് ബ്രീഫ് ചെയ്യും. ഇവർ ആ ലാസ്റ്റ് 20 മിനിറ്റ്സ് മാത്രം ഇവർ കേട്ടാൽ മതിയല്ലോ. മറ്റേത് ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും, നമ്മൾ ഒട്ടും അറിയില്ലാത്തൊരു ലാംഗ്വേജിൽ ഒരു ക്ലാസ്, ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നുണ്ടാവും, പക്ഷെ നമുക്കത് കേൾക്കാൻ ഒന്നും നമുക്ക് പിടിയിട്ടില്ല. അപ്പൊ ഈ ലാസ്റ്റ് 20 മിനിറ്റ്സ് മാത്രം അവർ നോക്കിയിട്ട് ആ റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. പിന്നെ ഒരു 1 അവർ അവർക്ക് മാത്രമായിട്ട് ഒരു സെഷൻ ഞാൻ കൊടുക്കും. അതിന് മുമ്പ് അവരോട് ഇത്രയും ടോപ്പിക്സ് ഒന്ന് വായിച്ചിട്ട് വരാൻ പറയും, എന്നിട്ട് ഡിസ്കസ് ചെയ്യും. അവർ വായിച്ചു തുടങ്ങി, ഡിഫൻസ് മെക്കാനിസം വരെ എത്തി. ഫ്രഷ് ബാച്ച് ആണേ, ബുക്സ് കിട്ടിയപ്പോ ആ ഒരു ഇൻട്രസ്റ്റില് വായിച്ച് ഡിഫൻസ് മെക്കാനിസം വരെ വന്നു. എന്നിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൂടുതൽ ഡിഫൻസ് മെക്കാനിസം കണ്ടുപിടിച്ച് എന്നോട് ചോദിക്കുക, ഇതും ഡിഫൻസ് മെക്കാനിസം അല്ലേ? സോ അവർ അത്രയും ഫാസ്റ്റ് ആയിട്ട് പോവുക. അപ്പം ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു 1 അവർ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം ഡിസ്കസ് ചെയ്യാനായിട്ട്. സോ അങ്ങനെ അത് നൈറ്റിലായിരിക്കും. ഞങ്ങൾക്ക് 3 പേർക്കും കൺവീനിയന്റ് ഒരു നൈറ്റ്. അപ്പൊ പല ബാച്ചിലും പറഞ്ഞപ്പോ പലർക്കും ഭയങ്കര താല്പര്യം, അവരെ സപ്പോർട്ട് ചെയ്യാം, ഞങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മിക്ക ബാച്ചിൽ നിന്നും നല്ലൊരു റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ അതാണ് പറയുന്നത്, വരുന്നവരെ ഈ എൻവയോൺമെന്റിലേക്ക് വരുന്നവരെയൊക്കെ അവർക്ക് വേണ്ടുന്ന അവരുടെ നീഡ്സ് അനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ക്ലാസ് വേഗം തീർക്കണം. ഈ വേഗം തീർക്കുമ്പോൾ ഇതിന്റെ ബാക്കിൽ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫ് സ്ക്രീനിലുള്ളവരുണ്ട്, ഓൺ സ്ക്രീനിൽ വരുന്നത് ഞങ്ങൾ ടീച്ചേഴ്സ് മാത്രമല്ലേ ഉള്ളൂ. ഓഫ് സ്ക്രീനിൽ നമുക്കൊരു വലിയ ടീം തന്നെയുണ്ട്. ടെക്നിക്കൽ സൈഡിലും അക്കാദമിക് സൈഡിലും അഡ്മിനിസ്ട്രേഷൻ സൈഡിലും ഒക്കെ കുറെ പേരുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ആ ഒരു ടൈമില് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുമായി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ പ്രത്യേകത. വരുന്ന കുട്ടികളെ എല്ലാം അവർ യുണീക്കാണ്, അവരുടെ നീഡ്സും അവരുടെ പൊട്ടൻഷ്യലും അനുസരിച്ച് നമ്മൾ ആ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യും, അവരെ മോൾഡ് ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. അത് ഓർക്കുക. ഇതേ ഡ്യൂട്ടി നാളെ നിങ്ങളും ചെയ്യാൻ പോവുക. അല്ലാണ്ട് എന്റെ സൗകര്യത്തിനാണെന്ന് പറഞ്ഞ ക്ലാസ് റൂമിൽ പറയരുത്. ഐ ഹാവ് ടു ഡു ലൈക്ക് ദിസ് എന്നുള്ളൊരു ഫീല് മനസ്സിൽ വരണം. വട്ട് എവർ ഐ ആം പ്രൊവൈഡിങ് യു,
അത് റിഫ്ലക്ട് ചെയ്യണം. അതാണ് എന്റെ ആഗ്രഹം. ഞാൻ തരുന്നത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊരു കണ്ണാടി പോലെ ആവണം. നിങ്ങളിൽ നിന്ന് അത് റിഫ്ലക്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് പോകണം. അതാ നമുക്ക് പ്രകാശം പരത്താം, സ്വയം എരിഞ്ഞു തീരാം, മദർ തെരേസയെ പോലെ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനെ പോലെ. പക്ഷെ അത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. സംടൈംസ് ചില ഇൻസ്റ്റന്റിലൊക്കെ നമ്മൾ അത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മളെ കൊണ്ട് അത് പറ്റിയെന്ന് വരില്ല. കാരണം അതർ കമ്മിറ്റ്മെന്റ്സ് ആർ ദയർ. നമുക്ക് കണ്ണാടിയാകാം, അതും ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുവാണല്ലോ, സ്വയം പ്രകാശിക്കുന്നു, അതിൻ്റെ ഒപ്പം അതിലേക്ക് വരുന്നതിനെല്ലാം അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, സോ നിങ്ങളത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് അടുത്ത ആളിലേക്ക് അങ്ങനെ 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 എല്ലാവരും കണ്ണാടികളാവട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, സോ കുട്ടികളെ ഇൻഡിവിജ്വൽസ് ആയിട്ട് കാണുക, അവരെ ഫ്രീ ആക്കി വിടുക. അവരുടെ നമ്മൾ സെർവ് ചെയ്യാനിരിക്കുന്നവരാണ്, അവർക്ക് വേണ്ടിയിട്ട് ഓരോ കുട്ടിയും അവർക്കും ടു ബി ലൗഡ് ആ റൈറ്റ് ഉണ്ട്. സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും ഉള്ള റൈറ്റ് ഉണ്ട് ഓരോ കുട്ടികൾക്കും. കുറേ വളരെ ഫേമസ് പേഴ്സൺ അവരുടെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടല്ലേ. ടീച്ചറിൽ നിന്നും അവഗണന നേരിട്ടവര്. അപ്പൊ ആ സ്ഥാനത്ത് അവരെ ടേക്ക് കെയർ ചെയ്യാൻ ഒരുപക്ഷെ അമ്മ വന്നിട്ടുണ്ടാവും. ആരുടെ കഥയായിരുന്നു അത്? ഐസക് ന്യൂട്ടനല്ലല്ലോ, ഞാൻ മറന്നു, എനിക്ക് കിട്ടുന്നില്ല. മറ്റേ എനർജി തിയറം ഒക്കെ പറഞ്ഞ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണോ മാം? പേര് കിട്ടുന്നില്ല. യെസ്, ഐൻസ്റ്റീൻ. പിന്നെ അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിന് നല്ലൊരു സാറായിരുന്നു. അപ്പൊ അവിടെ ഓരോരുത്തരുടെയും ലൈഫിൽ വരുന്ന ഓരോ പേഴ്സൺ, അതിൽ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ വരുന്ന കുട്ടികൾ, അവർക്ക് ഉണ്ടാകുന്ന മാറ്റം വളരെ കൂടുതലാണ്. അത് പോസിറ്റീവ് നെഗറ്റീവ്. ടീച്ചർ നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നെങ്കിൽ അത് ലൈഫ് ലോങ് ഒരു ഹോണ്ട് ചെയ്യും. ഞാൻ പറഞ്ഞിട്ട് ഒരു ടീച്ചർ എന്റെ പേരിനെ കളിയാക്കിയത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല മാം. സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് ഒന്നും ഇല്ലാതാകുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടീച്ചർമാർ കയറി വരുമല്ലോ. ഞങ്ങൾ പഠിപ്പിക്കാത്തൊരു ടീച്ചറായിരുന്നു, മലയാളം ടീച്ചറായിരുന്നു. വന്നിട്ട് എന്റെ പേര് ചോദിച്ചു. ഓരോരുത്തരുടെ പേര് ചോദിച്ച് പരിചയപ്പെടുക. എന്റെ പേര് പറഞ്ഞപ്പോ എന്തിനു കൊള്ളാം, ഒരു അർത്ഥവും ഇല്ലാത്ത പേരെന്ന് പറഞ്ഞു. ആ 7th സ്റ്റാൻഡേർഡിലെ ഞാൻ എന്ന് പറഞ്ഞ ഭയങ്കര വിഷമായി. എന്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ഒരു കമന്റ് കേൾക്കുമോ എന്റെ പേരിനെ കുറിച്ച്. എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളോട് പേര് ചോദിച്ചു. അവളുടെ അതേ പേര് തന്നെയായിരുന്നു ഈ ടീച്ചർക്കും. നല്ല പേര്, നല്ല അർത്ഥമുള്ള പേര്, അങ്ങനെയും കൂടെ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് എന്റെ പേര് മാറ്റണം, എന്റെ പേര് മാറ്റിയിട്ട് എനിക്ക് വേറെ പേരിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. പിന്നെ ദിവസം ചെല്ലുമ്പോൾ അതങ്ങ് മാറി. ആ ടീച്ചറെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അത് എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടിന്റെ അമ്മയും കൂടിയാണ് ആ ടീച്ചർ. അങ്ങനെ ഞാനൊരു പ്രീ ഡിഗ്രി ആയിരുന്നു വന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കോളേജില് സീനിയർ ബാച്ചില് ഈ പേരുള്ള ക്രിസ്ത്യൻ നെയിമുണ്ട്, മുസ്ലിം നെയിമിലും ഉണ്ട്, ജിഷ എന്ന് പേര്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുവരെ ഞാൻ ഈ പേരിങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ പേര്. അവരുടെ കമന്റ് എന്നെ ഭയങ്കര ഹോണ്ട് ചെയ്തു. അങ്ങനെ അവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ പേരിന് ജാതി ഇല്ലല്ലോ എന്നുള്ളത്. അതോടുകൂടി എനിക്ക് എന്റെ പേര് ഭയങ്കര ഇഷ്ടമായി. അത്രയും വർഷങ്ങൾ എടുത്തു എനിക്കത് മാറാനായിട്ട്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അത് ഒരു ടീച്ചറുടെ ഒരു കമന്റ് എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിച്ചതേ. കാരണം പേരെന്ന് പറയണത് നമ്മള് മരിച്ചാലും ആ പേര് കുറെ നാളുകൾ എങ്ങനെയും ഓർമ്മിക്കുന്ന സാധനമാണല്ലോ, നഷ്ടപ്പെട്ടു പോവില്ല, നശിച്ചു പോവാത്താണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പേരിന് ഇങ്ങനെ ഒരു കമന്റ് കേട്ടപ്പോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ഗേറ്റ് ടു ഫെയ്ത്ത് നമ്മൾ പറഞ്ഞു. ആ ഒരു ട്രസ്റ്റ് ബിറ്റ്വീൻ ദ സ്റ്റുഡൻസ്, ബിറ്റ്വീൻ ദ കിഡ്സ്, ആ കുട്ടികളുമായിട്ട് അങ്ങനെ ആവുമ്പോൾ മാത്രമാണ്, ആ ഒരു വിശ്വാസം വരുമ്പോഴാണ് അവരെല്ലാം നമ്മളോട് പറയുള്ളൂ, അല്ലെങ്കിൽ അവര് പറയില്ല. നമ്മളിങ്ങനെ പറയും, വളരെ ചിലപ്പോൾ കുട്ടികൾ ഭയങ്കര വിഷമിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും. കുഞ്ഞാണ് പറയുന്നത് എന്ന് കരുതിയിട്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കരുതെന്ന് പറയും. അവരത് ആരോടും പറയരുതട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ആരോടും പറയരുത്. കാരണം അവർക്ക് ആ ഒരു ട്രസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളാണ്. ലൈക്ക് ചിലപ്പോൾ അവർക്ക് ഇതായിരിക്കും, എന്റെ പേന ഒടിഞ്ഞുപോയി, അവൻ എന്നെ കുത്തി, അവൻ എന്നെ പിച്ചി എന്നൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് സിമ്പിളായി തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് അവരെ സംബന്ധിച്ചിട്ട് ഭയങ്കര അവരെ ഫീൽ ചെയ്യിച്ചതോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും.
അപ്പൊ ആരോടും പറയരുതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യണം. നെക്സ്റ്റ്, ഗേറ്റ് ടു സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ. എങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാം? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, മെഡിറ്റേഷൻ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യൂ വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് സമയം. ത്രൂ മെഡിറ്റേഷൻ നമുക്ക് പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ കൂടും. അപ്പൊ ഒബ്സർവ് ചെയ്യാനുള്ള നമ്മളുടെ കപ്പാസിറ്റി കൂടും. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും, കുട്ടികളെ ശരിയായ രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതാരാ റീഡ് ചെയ്യുക? അത് ഫുൾ കുറച്ച് പോയിന്റ്സും ഉണ്ട്, താഴെ ഒരു കൊച്ചു പാരഗ്രാഫും ഉണ്ട്. ഫസ്റ്റ് കുറച്ച് പാരഗ്രാഫ് കുറച്ചുണ്ട്. ഞാൻ വായിക്കാം മാം. Guide to psychological observation. Montessori give the following guide to psychological observation of the work of the child in 3 key areas. His work, his conduct, and the development of his will and self-discipline to include voluntary conformity. Work. Note when a child creates to occupy himself for any length of time upon a task. Point 1. What the task is and how long the continuous working as it is, slowness in completing it and reiterating the same exercise. His individual traits in applying himself to particular task. Point 2. To what task he applies himself during the same day and with how much endurance. Third, if he has period of impulsive industry and how many days these periods continue. Fourth one, how he illustrates a desire to progress. Fourth one, what task he choose in the sequence, working at them regularly. Next one, persistent in task in spite of stimuli in his environment, which would tend to distract his attention. Next, does he, after deliberate interruption, resume the task from which his attention was panicked? The teacher is the link that put the child in touch with the environment. The teacher prepared the environment and the child uses the environment to build up himself. Thank you, ma'am. Okay. Gate to psychological observation. അത് 3 കീ ഏരിയാസ്. അതായത് കുട്ടികളെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് അല്ല. അവരുടെ കൈയുടെ മൂവ്മെന്റ്സ്, അവരുടെ ബോഡി മൂവ്മെന്റ്സ്, അവർ ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചിലപ്പോൾ ചിലരെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യും, ചിലപ്പോൾ ഒരു പാട്ടായിരിക്കും ഹം ചെയ്യും, എന്തെങ്കിലും സോങ്, അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ. പിന്നെ അവരുടെ ബോഡിയുടെ റിതം, പിന്നെ കണ്ണുകള്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഫേഷ്യൽ എക്സ്പ്രഷൻ, അതായത് ശരിക്കും നോൺ വെർബൽ ക്യൂസ് ആണ് അവിടെ കൂടുതൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ അവർ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു പാട്ട് അതിന്റെ ഒപ്പം മൂളുന്നു, അത് അവരുടെ ഒരു രീതിയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ചില കുട്ടികളും, വലിയ കുട്ടികളാണെങ്കിലും പഠിക്കുമ്പം അവർ ബോഡി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൈ ഇങ്ങനെ 2 സൈഡിലിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് അങ്ങനെ ഓരോരുത്തരും പഠിക്കുന്നതിൽ ഓരോ രീതികൾ നമ്മൾ നോക്കിക്കാണും. നമ്മൾ അവരുടെ ആ മൂവ്മെന്റ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവർ ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കുമായിരിക്കും, ഇങ്ങനെ ബോഡീനെ മൂവ് ചെയ്തുകൊണ്ട്. പെട്ടെന്ന് നമ്മൾ അതിനെ ആ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇവര് ഓർത്തെടുത്തോണ്ടിരുന്ന കാര്യങ്ങൾ അവിടെ വെച്ചങ്ങ് പോകും, കിട്ടില്ല, അയ്യോ മറന്നുപോയിന്നോ, അല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കണം, ആ ഒരു ഫീൽ വരും. അത് ശ്രദ്ധിച്ചാൽ കാണാം. പണ്ട് ഈ ടേബിളൊക്കെ പഠിക്കുന്ന സമയത്ത്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളും അത് നമ്മൾക്കന്ന് അതിങ്ങനെ കാണാതെ പഠിക്കുക എന്നുള്ളതായിരുന്നു, പാട്ട് പോലെ അല്ലെ. നമ്മളത് പഠിക്കും ഇങ്ങനെ ആടി ആടി ആടി, അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. ആ ബോഡിയുടെ റിതമിനനുസരിച്ച് നമുക്കിതിങ്ങനെ താനേ വന്നുകൊണ്ടിരിക്കും. അത് പക്ഷെ ഒന്ന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടതായിട്ട് വരും. അതാണ്. അപ്പൊ കുട്ടികളുടെ ബോഡിയുടെ മൂവ്മെന്റ്സ് ഒരു റിതം ഉണ്ടാവും. അവർ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതിൽ വരുന്ന നോൺ വെർബൽ ക്യൂസ്, പിന്നെ അവരെന്തെങ്കിലും ഹം ചെയ്യുന്നുണ്ടോ, ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും മൂളോ എന്തെങ്കിലും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയോ ഒക്കെ ചെയ്യും. ചിലപ്പോൾ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കൂവും, ആ ഒരു സന്തോഷം കൊണ്ട് എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം. സോ ലൈക്ക് അതുപോലെ ഇപ്പൊ ഒരു കുട്ടി എല്ലാ ആക്ടിവിറ്റിയും ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക, കറക്റ്റ് ആക്കി ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവൻ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഒച്ചയെടുക്കുമായിരിക്കും. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ അവൻ അത് ചെയ്തില്ലെങ്കിൽ അതും നമ്മൾ നോട്ട് ചെയ്യണം. അതെന്താന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കണം. മേ ബി അവൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവില്ലായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അവൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ആക്ടിവിറ്റി ആയിരിക്കാം. ഡിപ്പെൻഡ്സ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. അതിന് ഹിസ് വർക്ക്, ഹിസ് കോണ്ടാക്ട്, ആ ഒരു ടൈമിൽ അവൻ കാണിക്കുന്ന രീതികൾ, അതുപോലെ തന്നെ ആ ആക്ടിവിറ്റിയിലൂടെ അവനുണ്ടാകുന്ന ഡെവലപ്മെന്റ്, അവൻ അതിലൂടെ വരുന്ന ഒരു ഫ്രൂട്ട് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നതാണ് ഈ ഒരു ത്രൂ ദ വർക്ക്. അവനിങ്ങനെ ആക്ടിവിറ്റി റിപ്പീറ്റ് ആയി ചെയ്യുന്നതിലൂടെ വരുന്നൊരു
ഫ്രൂട്ട് ഓഫ് അത് അവനുള്ള ഫ്രീഡം കൊടുത്തിട്ടാണല്ലോ കിട്ടുന്ന ഒന്നാണ്. അതിന് ഒരു റിസൾട്ടാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഡിസിപ്ലിൻ മാത്രമല്ല, കൂടെയുള്ള മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മ്യൂച്വൽ ഹെൽപ്പ്, ആ ഒരു മെന്റാലിറ്റി, മ്യൂച്വൽ സപ്പോർട്ട്, റെസിപ്രോക്കൽ ഹെൽപ്പ്, ഇതെല്ലാം മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് ഡെവലപ്പായി വരുന്നത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വരുന്നത്, ഇത് ആ ഫെസിലിറ്റേറ്റർക്കും ഉണ്ടാവണം. എംപതി, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, റെസ്പെക്ട് ടു അതേഴ്സ്, റെസ്പെക്ട് ടു ദ മെറ്റീരിയൽസ്, റെസ്പെക്ട് ടു ദ എൻവയോൺമെന്റ്, ഇതെല്ലാം നമ്മൾ വാച്ച് ചെയ്യണം. അതെല്ലാം കുട്ടിക്കുണ്ടോ? ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അവനെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടോ, അതോ സൂക്ഷിച്ചാണോ കൊണ്ടുപോകുന്നത്, കൊണ്ടുവരുന്നത്, കൊണ്ടുവയ്ക്കുന്നത്, ഈവൻ മാറ്റ് എങ്ങനെ കൊണ്ടുവരുന്നു, മാറ്റ് എങ്ങനെ ഫോൾഡ് ചെയ്യുന്നു, എന്റെ കൈകൾ ആ സമയത്ത് എങ്ങനെ ഇരിക്കുന്നു, എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പൊ ഓക്കെ, അപ്പൊ ഇങ്ങനെ സെൽഫ് റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്ട്, ഇതെല്ലാം തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇതൊരു മരം നമ്മൾ നട്ട് അത് നല്ലപോലെ വളർന്ന് കായ്ച്ച അതിൽ നിന്ന് നല്ല പഴുത്ത പഴങ്ങൾ വരുന്ന പോലെയാണ് ഈ ഓരോ ക്വാളിറ്റിയും ഓരോ കുട്ടിയിലുണ്ടാകുന്നത്. ഇതെല്ലാം ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന റിസൾട്ട്, ഫ്രൂട്ട് ഓഫ് ലിബർട്ടി എന്നാണ് പറയുന്നത്, ഇങ്ങനെ കിട്ടുന്നതെല്ലാം. ഓക്കെ, വോളണ്ടറി കൺഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ എല്ലാ ക്വാളിറ്റീസും ഈ പറയുന്ന മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്കും വരണം. കാരണം അവരിലൂടെയാണ് കുട്ടിയിലേക്ക് അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. ആ ഒരു ഫ്രീഡവും ആ എൻവയോൺമെന്റ് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം കിട്ടുന്നത്. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ അവൻ്റെതായ ഒരു ലോകം എന്ന് തന്നെ പറയാം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലിരുന്നായാലും ചെയ്യുന്നത്. ചിലപ്പോൾ കുറേ സമയം, മേ ബി 40, 42, 50 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്യാറുണ്ട് ചില കുട്ടികൾ ചില ആക്ടിവിറ്റീസ്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ എത്ര സമയം ആ ടാസ്കിൽ തന്നെ അവൻ നിൽക്കുന്നു, അതുപോലെ തന്നെ ആ എക്സസൈസ് ചെയ്യാൻ എടുക്കുന്ന റേറ്റ്, സ്പീഡ്, സ്ലോ, അങ്ങനെ ആദ്യം പതുക്കെ ചെയ്തു, നെക്സ്റ്റ് രണ്ടാമത് ചെയ്തപ്പോ സ്പീഡ് കൂടി, അങ്ങനെ നമ്മളും അങ്ങനെ തന്നെയല്ലേ. ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ നമ്മൾ അതിൽ പെർഫെക്റ്റ് ആകും. ദോശ ആദ്യം പരത്തുമ്പോൾ ശരിയായില്ല, 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ കറക്റ്റ് അങ്ങനെ വന്ന് മൊരിഞ്ഞ് കിട്ടും. ചപ്പാത്തി പരത്തുമ്പോൾ ആദ്യം വേറെ ഷേപ്പോ, പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യും. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളിലും. ഫസ്റ്റ് ഇതിൽ തന്നെ ശരിയാവണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. സോ അത് നോക്കാം, എത്രാമത്തെ പ്രാവശ്യമാണ്, എത്ര തവണയാണ് അവർ ചെയ്തത്, റിസൾട്ടിലേക്ക് എത്തിയത്, മിസ്റ്റേക്ക് വന്നപ്പോൾ അതിന്റെ കൺട്രോൾ ഓഫ് എറർ അവൻ എങ്ങനെ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം. പിന്നെ സെയിം ഡേയില് എന്തെല്ലാം ടാസ്കുകൾ അവൻ ചെയ്തു, ഒരെണ്ണം തന്നെയാണോ കണ്ടിന്യൂ ചെയ്തത്, എത്ര അവന്റെ ആ ഒരു കാലിബർ, എൻഡുറൻസ്, അവന്റെ ഒരു വിൽ പവർ, അതിനനുസരിച്ച് കപ്പാസിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ അത് ചെയ്തു. പിന്നെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇമ്പൾസീവ് ആക്ഷൻസ്, എന്തെങ്കിലും ഡിസോർഡർ പോലെ എന്തെങ്കിലും വരുവാണോ ഏതെങ്കിലും ഒരു പ്രാവശ്യം, അങ്ങനെ എത്ര പ്രാവശ്യം ആ ഒരു വീക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം എടുക്കുവാണെങ്കിൽ കുട്ടി അനിഷ്ടത്തോടെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഇമ്പൾസീവ് ആയിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻസോ റെസ്പോൺസോ വരുന്നുണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ് ഡേയിലും അത് വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ആ ഒരു വീക്കിൽ എത്ര പ്രാവശ്യം വന്നു എന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വീക്കിൽ നോക്കുക. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഓരോ തവണ ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ പഠിച്ചു അല്ലേ, ആ ഡീവിയേറ്റഡ് കുട്ടികൾ ചിലപ്പോൾ ടൈം എടുത്ത് അവരെ നോർമലൈസ്ഡ് ആകുന്നു. നോർമലൈസ്ഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ആവുക, ഏറ്റവും ആദ്യം ചെയ്യുന്നു, ഏറ്റവും കുറവ് ടൈം എടുക്കുന്നു, അങ്ങനെയൊന്നുമല്ല. പെർഫെക്റ്റ് ആകുന്നു എന്നുള്ളതല്ല, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവന് കിട്ടിയ ജോലി അവൻ ശരിയായ രീതിയിൽ, നല്ല രീതിയിൽ അവന്റെ സമയമെടുത്ത് ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ നോർമലൈസ്ഡ് ആയി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികളാണ് വലുതാകുമ്പോൾ പ്രൊഡക്റ്റീവായിട്ട്, സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവായ അഡൾട്ട്സ് ആയിട്ട് മാറുന്നത്. ഒരു പ്രോഗ്രസ്സിലേക്കുള്ള അവന്റെ ഒരു ജേർണി എങ്ങനെയാണ്, ആ പ്രോഗ്രസ്സിലേക്ക് പോകാനായിട്ട് അവന്റെ ആ ഒരു ഡിസയർ എങ്ങനെയാണ്, എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ഇൻസൈറ്റോടുകൂടി അത് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓരോ ദിവസവും അവൻ ഏതൊക്കെ ടാസ്ക് ആണ് ചൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ മൺഡേ വന്നു ഒരു ആക്ടിവിറ്റി ചെയ്തു, ആഫ്റ്റർനൂൺ ആയപ്പോൾ മേ ബി അടുത്താണോ സെലക്ട് ചെയ്യണേ, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുവാണോ നോക്കാം. പിറ്റേ ദിവസം അവൻ ഈ സെയിം ആക്ടിവിറ്റി ചെയ്യാനാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നെങ്കിൽ അത് നോട്ട് ചെയ്യാം. അതല്ല വേറൊന്ന് ചെയ്യാനാണെങ്കിൽ അത് നോട്ട് ചെയ്യാം. അങ്ങനെ ആ ആക്ടിവിറ്റി ചൂസ് ചെയ്യുന്നതും അതിന്റെ സീക്വൻസും അത് നമ്മൾ നോക്കുക. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അവൻ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് നമുക്കിപ്പോ അറിയാം, ഒരു എൻവയോൺമെന്റ് ആണ്. പല
എക്സ്റ്റേണൽ നോയ്സസ് വരാം. ചിലപ്പോൾ തൊട്ടപ്പുറത്തൊരു ഡോഗ് ഉണ്ടെങ്കിൽ ഡോഗ് ബാർക്കിംഗ് വരാം. പിന്നെ കിച്ചൺ ഏരിയ ഉണ്ട്, അപ്പൊ അവിടെ നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള അവരെന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ പാത്രങ്ങൾ താഴെ വീഴുന്ന ശബ്ദം വരും. എങ്ങനെയെങ്കിലും ഒരു സ്റ്റിമുലി അവന്റെ എൻവയോൺമെന്റ് വരുവാണെങ്കിൽ അത് അവനെ എങ്ങനെ ബാധിക്കുന്നു, അവന്റെ അറ്റൻഷൻ ശ്രദ്ധയെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടോ. ചില കുട്ടികൾ ശബ്ദം കേട്ടിടത്തേക്ക് ഒന്ന് നോക്കും, പിന്നെ അവർ തിരിച്ച് ബാക്ക് ടു ദെയർ വർക്ക്. ചില കുട്ടികൾ അത് എവിടെയാണെന്ന് നോക്കാനായിട്ടോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന അവർ ഡിസ്ട്രാക്റ്റഡ് ആവും, അവർക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തോന്നില്ല. ചില കുട്ടികൾ അത് കേൾക്കേയില്ല, ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പല രീതിയിലും നമുക്കിപ്പോ ഒരു ഡിസ്റ്റർബൻസ് സംഭവിച്ചാൽ നടക്കുന്നത് നമുക്ക് കാണാം. ചിലര് അത്ര ഡിസ്ട്രാക്റ്റഡ് ആവില്ല. അപ്പൊ അത് നമ്മൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനിലും നമ്മളത് പറയുന്നുണ്ട്. കുട്ടികൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നത് നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ആ കുട്ടിക്ക് ചിലപ്പോൾ അത്ര ഡിസ്ട്രാക്ഷൻ വരില്ല, അവൻ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. ചിലര് കേട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി ഒന്ന് അക്നോളജ് ചെയ്യും, ബാക്ക് ടു വർക്ക്. അങ്ങനെ അതും നോർമലൈസ്ഡിന്റെ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ. ഓക്കെ, വീട്ടില് കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ കാണാം ചുറ്റും നടക്കണ ഒന്നും അറിയില്ല, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ചിലര് മാത്രം എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ ഇങ്ങനെ തലപൊക്കി നോക്കും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടൊരു കുട്ടിയുടെ ഈ ഒരു കോൺസെൻട്രേഷൻ, ആ ഒരു അറ്റൻഷൻ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അറിഞ്ഞുകൊണ്ടൊരു ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഇന്ററപ്ഷൻ അങ്ങനെ കാണിക്കുമ്പോൾ ഈവൻ ഒരു ഒബ്സർവേഷന് വേണ്ടിയിട്ട് കുട്ടികളെ ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ശബ്ദം ഉണ്ടാക്കാം. മ്യൂസിക്കൽ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിനകത്ത് ജാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് തട്ടി നോക്കാം. തട്ടി നോക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ചിലർ ശ്രദ്ധിക്കും, കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ശ്രദ്ധിച്ച് ചിലപ്പോൾ മ്യൂസിക്കൽ ഏരിയയിലേക്ക് വരും. ചിലര് നോക്കിയിട്ട് അവിടെ തന്നെ ഇരുന്ന് ചെയ്യും, ചിലർ ശ്രദ്ധിക്കുകയില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്ന കാര്യമാണ്. അപ്പം ഈ എൻവയോൺമെന്റുമായി കുട്ടികളെ കണക്ട് ചെയ്യുന്ന മെയിൻ ലിങ്കാണ് ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫെസിലിറ്റേറ്റർ കുട്ടികൾക്ക് അനുസരിച്ച് ആ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, അവനെ സെൽഫ് മെയ്ഡ് ആക്കാൻ, ടു ബിൽഡ് അപ്പ് ഹിംസെൽഫ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ മെയിൻ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, മെറ്റീരിയൽസ് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ഇമോജി വന്നുകൊണ്ട് ചോദിച്ചാൽ പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ ഇവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് നമുക്ക് നമ്മൾ തന്നെ പഠിച്ചിട്ടുള്ള ചില സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് അതെന്റെ സ്വന്തം എന്നൊരു ഫീല് വരില്ലേ. ചിലയിടത്തൊക്കെ നമ്മൾ സ്കൂള് മാറി മാറി എവിടെയെങ്കിലും പോകുമ്പോൾ ചില നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടാവില്ല. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച സെന്റ് ജോസഫ്സിലായിരുന്നു, എന്റെ ഓർമ്മയിൽ പോലും ഇല്ല കോളേജ്. അതിലെ പാസ് ചെയ്യുമ്പോൾ ഇവിടെയാണല്ലോ ഞാൻ പഠിച്ചത്, ദാറ്റ് മച്ച് അത്രയും തോട്ടേ ഉള്ളൂ. അതേസമയം സ്കൂൾ എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. എഞ്ചിനീയറിംഗ് പഠിച്ചതും കുഴപ്പമില്ല, അത്യാവശ്യം അത് മനസ്സിലുണ്ട്. പിന്നെ മോണ്ടിസോറി പഠിച്ചതും അതും നല്ലപോലെ മനസ്സിലുണ്ട്. MSW ഇഗ്നോയുടെ കോഴ്സ് ആണെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റഡി സെന്റർ ഉണ്ടായിരുന്നു, സ്ഥിരമായ ക്ലാസ്സിന് വരുന്നവരുണ്ടായിരുന്നു, അതും മനസ്സിലുണ്ട്. അങ്ങനെ അപ്പൊ നമുക്ക് ചിലത് നമ്മളുടെ ആണെന്നൊരു ഫീല് വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ, ദാറ്റ് ഇസ് ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. വർഷങ്ങൾ കഴിഞ്ഞാലും അത് നമ്മുടെ ഉള്ളിലെവിടെയും ഉള്ളത് പോലെ. നെക്സ്റ്റ് ടോപ്പിക് അതാണ്, ഡെവലപ്പിംഗ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ഈ 2 പാരഗ്രാഫ്സ് ആരെങ്കിലും വായിക്കൂ. ഡെവലപ്പിംഗ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഞാൻ വായിക്കുന്നു. അറ്റ് എനി റേറ്റ് അതുവരെയാണോ? Okay. Developing the point of contact. In practice, we usually find that even if the director has prepared the environment and presented the materials to the children, they do not seem to be interested and bring. The child does not appear to be interested and his act seems to be in a disorderly manner. According to Montessori, the answer to his missing link is the point of contact. To explain this, Montessori used the example of teaching and gratitude of music. If the teacher tries to play music morning till night and children are allowed to move about anyhow and everywhere in a disorderly manner, there is scarcity of contact. To resolve this problem, the muscles which move should move in response to the musical rhythm, thus initiating a psychic bond between
the soul of the child and the external reality of the music. The moment the child understands that there exists the connection that is between the music and his movement, then the point of contact is established. So, if the music changes its cadence, ടീച്ചർ എങ്ങനെയാ വായിക്കുക? Cadence now. Cadence. The child becomes aware of it and changes his movement accordingly, and he is on the road to perfect himself. This reality may be either material or spiritual, but movement must always escort the child at any rate. Okay. So developing the point of contact, ആ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടറസ്, ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ മെയിൻ ആള്, അതും ഫെസിലിറ്റേറ്ററും അസിസ്റ്റന്റും, ഇവരെല്ലാവരും കൂടിയാണ് എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഓരോ മെറ്റീരിയൽസും കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോ സംടൈംസ് അവർക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നില്ല. ചില സമയത്ത് ചില കുട്ടികൾ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റിന്റെ റേറ്റ് ഓരോ രീതിയിലാണല്ലോ. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല, ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, ഒരു ഡിസോർഡർലി മാനർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതുമായിട്ടൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് കുട്ടിക്ക് ഒരു ലിങ്ക് കണക്ട് ചെയ്യണം. നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ പ്രീ സ്കൂളില് അല്ലെങ്കിൽ ഡേ കെയറിലൊക്കെ കൊണ്ടാക്കുമ്പോഴേക്കും പെട്ടെന്ന് അവർ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആകാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അവിടെയുള്ള ടീച്ചർ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ചെയ്യുമോ, അങ്ങനെ കുട്ടിയെ ആ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറെ അവര് പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവർ ചെയ്യിക്കാറുണ്ട്. ആക്ഷൻ സോങ്ങോ ഡാൻസോ അങ്ങനെയുള്ള പല രീതിയിലും പലതും ചെയ്യും. കൂടാതെ ആ ലിങ്ക് ആ ലിങ്കിനെയാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെയുള്ളത്. ഞാൻ മോളെ ഒരു ഡേ കെയറിൽ കൊണ്ടുവന്ന് കുഞ്ഞിലെ ആക്കിയ സമയത്ത് ഈ അവിടെ ടീച്ചർ എന്നും രാവിലെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഡാൻസാണ്. ഭയങ്കര ഡാൻസാണ്. അപ്പൊ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടവും. അവരൊക്കെ ഡാൻസ് കളിച്ച് അവരങ്ങ് കുറെ അങ്ങ് ചിരിക്കും. ഭയങ്കര കാര്യം. പിന്നെ അവരവിടെ ഇരുന്നോളും. പിന്നെ പറയണത് പിന്നെ ഒബീഡിയൻസ് അത് അവരിൽ ജനറേറ്റ് ചെയ്യുക. അവർക്ക് പിന്നെ ആ മിസ് പറയുന്നതൊക്കെ അവരനുസരിക്കും. അപ്പൊ ആദ്യം അവർക്ക് കിട്ടുന്ന മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസ്. ഇതിനൊരു എക്സാമ്പിൾ, ആ ഒരു എക്സാമ്പിൾ ആയിട്ട് മോണ്ടിസോറി പറയുന്നതാണ്. ഒരു മോർണിംഗ് ഒരു മ്യൂസിക് ഇടുന്നു, ചിൽ നൈറ്റ്. കുട്ടികളെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നു അവിടെ എവിടെയായിട്ട്. പക്ഷെ കുട്ടികൾ ഇങ്ങനെ ഡിസോർഡർ മാനറിൽ മ്യൂസിക് നടക്കുന്നുണ്ട്, അവർക്ക് അങ്ങനെ തോന്നുന്ന പോലെ അവർ നടക്കുന്നു. അവിടെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ജനറേറ്റ് ചെയ്യുന്നില്ല. ഈ മ്യൂസിക്കിനനുസരിച്ച് അവർക്ക് ബോഡി മൂവ്മെന്റ്സ് വന്നു. അതാണ് നമ്മൾ പറയുന്നത്, നമ്മള് ചെറിയ കുഞ്ഞുങ്ങളുടെ അടുത്ത് ആക്ഷൻ സോങ്, മ്യൂസിക്, ഡാൻസ് നമ്മൾ ചെയ്തു പോകും. നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യുന്നത്. സൂംബയോ എന്തായാലും അതിന്റെ ക്ലാസ്സിൽ എല്ലാവരോടും സൈൻ ചെയ്യൂ. സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വരൂ അങ്ങനെ വരൂ എന്നൊക്കെ ഞാൻ പറയുന്നത്. സോ അതൊരു പ്രാക്ടീസ് ആണ്. നമുക്ക് തോന്നുന്നു നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആകുന്നില്ല എന്ന് തോന്നും. പക്ഷെ കുറെ അങ്ങ് ചെയ്യുമ്പോൾ ബോഡി ഫ്ലെക്സിബിൾ ആകും എന്നാണ് തോന്നുന്നത്. കാരണം എനിക്കൊന്നും ഡാൻസ് ഒന്നും വഴങ്ങുന്ന ആളല്ല. പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ചേരുമ്പോഴുണ്ടല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളത് അവരുടെ ഒപ്പം ചെയ്തു പോകും. അവര് നമ്മളെ കളിയാക്കാനോ നമ്മളെ ജഡ്ജ് ചെയ്യാനോ അവർ വരില്ലല്ലോ. അവർക്ക് ആ മ്യൂസിക് കേട്ട് അവർക്ക് സന്തോഷം, അവരതിൻ്റെ ഒപ്പം തുള്ളുന്നു. ഓക്കെ, അപ്പൊ ഈ മ്യൂസിക്കൽ റിതമിനനുസരിച്ച് ഇവരുടെ മൂവ്മെന്റ്, ബോഡി മൂവ്മെന്റ് വരണം. അപ്പൊ ആ മ്യൂസിക്കുമായിട്ട് അവര് കണക്ട് ആകും ആ ഒരു ടൈമില്. കീഡന്റ് എന്ന് പറയുന്നത് ബീറ്റ്, ആ ഒരു മ്യൂസിക്കിന്റെ ആ ഒരു റിതമിക് മോഷൻ, ആക്ടിവിറ്റി, അതൊക്കെയാണ് ആ ഒരു റിതം, അതിന്റെ ഒരു താളം എന്നൊക്കെ പറയില്ലേ. മ്യൂസിക്കും എൻവയോൺമെന്റും ആ ഒരു മൂവ്മെന്റും കുട്ടികളുടെ മൂവ്മെന്റുമായിട്ട് കണക്റ്റഡ് ആവും. അത് ഇടയ്ക്കിടയ്ക്ക് ഇവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഇവർ ആ എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആവും. അതാ പറഞ്ഞ ഫസ്റ്റ് ആ ഒരു ഇതങ്ങ് കഴിഞ്ഞ് അപ്പോഴേക്കും അവർ ആ എൻവയോൺമെന്റ് ആയിട്ട് കണക്ട് ആവും. ഇനീഷ്യലി നമ്മൾ ആദ്യം തന്നെ മെറ്റീരിയൽസ് ഒക്കെ അവർക്ക് ഡെമോ ചെയ്ത് കാണിക്കുമ്പോഴേക്കും ഇവര് ചിലപ്പോൾ താല്പര്യം കാണിച്ചത് വരില്ല. പക്ഷെ മ്യൂസിക് ആ ഒരു ബോഡി മൂവ്മെന്റ്, അവരുടെ മസിൽസ് ഒക്കെ മൂവ് ചെയ്യുന്നു. അങ്ങനെ വന്നു വരുമ്പോൾ എൻവയോൺമെന്റുമായിട്ട് ഇവര് കണക്റ്റഡ് ആകുന്നു. പിന്നെ അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പിന്നെ ഡെമോ കാണിക്കുമ്പോൾ ആദ്യം കാണിച്ചതിനേക്കാളും കുറച്ചുകൂടെ അവരൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നതാണ് പറയുന്നത്. സോ അതാണ് മൂവ്മെന്റ്. അതായത് മൂവ്മെന്റ് ആണ്
നമ്മൾ പറയില്ലേ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരാള്, എപ്പോഴും വർക്കിംഗ് ആയിരിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ മോർ ആക്റ്റീവ് ആയിരിക്കുന്ന പറയില്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രാണിയോ ജീവിയോ പക്ഷിയോ ഇങ്ങനെ വീണ് കിടക്കണ കാണുമ്പോൾ നമ്മൾ അനങ്ങുന്നുണ്ട്, സോ ജീവനുണ്ട്. ദാറ്റ് മീൻസ് മൂവ്മെന്റ് ഉള്ളതൊക്കെ ലൈവ്ലി ആണെന്ന് പറയുന്ന പോലെ. ഓക്കെ, നെക്സ്റ്റ് ഒരു വലിയൊരു പാരഗ്രാഫ് ആണ്. സോ അത് ഫുൾ ഒന്ന് റീഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്യാം മാം. വായിക്കാത്തവരുണ്ട്, വായിച്ചോ. ഇനി ആരും വായിക്കാത്തോണ്ടാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ തന്നെ ചെയ്യാം. To understand how the point of contact helps development, let's look at an example. In the presentation of sensorial material, children are given new sounds, new shapes, etc. The main purpose of it is not just being new sounds, new shape, but bearing in order to this new impression. Difficulty or the error that the child is to discover and understand must be detached inside in single bit of material. For example, the long rods will present to the child only an alteration in length and not in color and design. Such isolation will help the child focus on the problem more readily. It is through this method that it lets the child to be interested in dimension and develop him to look at them in the world around him. It is important to constantly remember that it is though this point of contact limited and exactly, but real work, it helps the child to assemble the mind to wander at large. The point of contact could not be established with the entire class of the children at once. It is typically an individual process and cannot be mass produced. It involves individual initiation, followed by the free choice of activity. And since it is difficult to bring a class of 35 to be in a state of which they all can and do individual work quietly, individually, Montessori said that the distract mind deal with the children collectively like an ordinary teacher as a start. She may tell them a story, play game with them, fixing the attention of child on her. However, she should not do these things later, as point of contact are set up between the individual children and the material, and the child will tend to turn more and more to the material and away from the directors. He must increase and I must decrease. Thank you, ma'am. ഓക്കെ, ഇതിന്റെ ഒരു ബ്രീഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സാധാരണ നമ്മൾ ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലൊക്കെ കമ്പയർ ചെയ്തു. അപ്പൊ ഇനീഷ്യലി ഫ്രം ദ ബിഗിനിങ് ആ ഒരു സ്റ്റാർട്ടിങ്ങില് ഒരു ട്രഡീഷണൽ ടീച്ചറെ പോലെ തന്നെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആക്ട് ചെയ്യണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു കഥ പറയുകയോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഗെയിംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുട്ടികളെ നമ്മളോട് കണക്ട് ചെയ്യിക്കുന്നു. ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് കുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നു. കാരണം അവര് ചെറുപ്പത്തിൽ ആ ഒരു 3 years ബാക്ക് അവര് ചെയ്തത് മുഴുവൻ അങ്ങനെയാണ്. പാട്ടും കളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. കഥ കേൾക്കാൻ ഇഷ്ടം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ആ രീതിയിൽ ഒരു ഫെസിലിറ്റേറ്റർക്ക് ഇനീഷ്യേറ്റ് ചെയ്യാം. വൺസ് ആ ഫെസിലിറ്റേറ്ററുമായിട്ട് ഒരു ഭയങ്കര കണക്ഷനായി കോണ്ടാക്റ്റിൽ വന്നു അങ്ങനെ വരുന്ന കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, നമുക്ക് സെൻസോറിയൽ ഏരിയാസ് ഉണ്ട്. നമ്മളുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സെൻസോറിയൽ ഏരിയയില് കുട്ടികൾക്ക് അവരെന്തൊക്കെ കാണുന്നു, കേൾക്കുന്നു, അല്ലെ, തൊട്ട് നോക്കുന്നു, ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു, സ്മെല് ചെയ്ത് നോക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സെൻസോറിയൽ ഏരിയയിൽ വരുന്നത്. ഇപ്പോ അവർക്ക് പുതിയ പുതിയ സൗണ്ട് അവർ കേൾക്കുന്നു. നമുക്ക് സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. ഈ സൗണ്ട് സിലിണ്ടേഴ്സ് പല പല മെറ്റീരിയൽസ് ഈ സിലിണ്ടേഴ്സിനുള്ളിൽ ഇട്ടിട്ട് അതിന്റെ ശബ്ദം കേൾപ്പിക്കുന്നു. അപ്പൊ പല ഗ്രേഡിലുള്ള സൗണ്ട്സ് ആണ് കേൾക്കുന്നത്. എക്സാം ഡേറ്റ് വന്നോ? എന്താണ്? 20-ാം തീയതി. ഓക്കെ, 20-ാം തീയതി പറയുമ്പോ എന്താ ഡേറ്റ്? എക്സാം ഡേറ്റ് മോഡൽ എക്സാം അല്ലേ? അതെ 12 തൊട്ട് 19 വരെ
സ്റ്റഡി ലീവ് ആന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, പ്രാക്ടിക്കൽ സെഷൻ കൂടെ കഴിയാനായിരിക്കും അങ്ങനെ ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പോ 3-4 ഡേയ്സ് മതിയാകും മറ്റേ പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ ആയിട്ട് കണ്ടു. റിഫ്ലക്ട് ചെയ്യാൻ ശ്രമിക്കാൻ ഇപ്പോഴാട്ടോ കണ്ടത്. എത്ര ദിവസം ഉണ്ടാകും എക്സാം? നിങ്ങൾക്ക് 7 സബ്ജക്ട്സ് ആണ്. 7 ദിവസം തന്നെ എക്സാം ഉണ്ടായിരിക്കും. 7 സബ്ജക്ട്സ് അറിയാലോ. 6 സബ്ജക്ട് മോഡ്യൂൾ 1 നിന്ന് മോഡ്യൂൾ 2 ഇംഗ്ലീഷ് 7th സബ്ജക്ട്. പിന്നെ അഞ്ജന എന്തിനാ ചെയർ പൊട്ടിച്ചത്? എക്സാം MT5 ബാച്ചിന്റെ ആണോ അതെ MT4ന്റെ മെയിൻ എക്സാം തീരാറായി? യെസ് അഞ്ജന, എന്തിനാ ചെയറൊക്കെ പൊട്ടിച്ചത്? അതല്ല മാം പറഞ്ഞല്ലോ ഇങ്ങനെ ആടിയിട്ടൊക്കെ മുമ്പ് ഇതുപോലെ ചെറുതായിരിക്കുന്ന സമയത്ത് ആ ഒരു ഇൻട്രസ്റ്റിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആടി ചെയറല്ല സ്റ്റൂളായിരുന്നു, അതങ്ങനെ പൊട്ടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ശരി. അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങള് അതുപോലെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ചോദിക്കാൻ യാതൊരു റൈറ്റ് ഇല്ല കേട്ടോ. അതെ അതെ, ചെയർ പൊട്ടിച്ചു. ഓക്കെ, അതങ്ങനെ നമ്മൾ പഠിക്കുമ്പോ അങ്ങനെ കുറെ ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. കാരണം നമുക്ക് അതാണ് നമ്മുടെ ഒരു സെൻസ് അതായിരിക്കും. നമ്മള് മോർ സെൻസിറ്റീവ് ടു ദാറ്റ് ടൈപ്പ് ഓഫ് ആക്ഷൻസ്. ഇവിടെ സെൻസറി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സൗണ്ട് വരാം, ഷേപ്പ് വരാം, അങ്ങനെ പല കാര്യങ്ങളും. ഈ നമുക്ക് നമ്പർ റോഡ്സ് ഉണ്ട് കുട്ടികൾക്ക് നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലൂ അതുപോലെ തന്നെ റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത്. അത് നമ്പർ റോഡ്സ് തന്നെ ലാർജ് നമ്പർ റോഡ്സും ഉണ്ട്, സ്മോൾ നമ്പർ റോഡ്സും ഉണ്ട്. അതായത് ലാർജ് വണ്ണിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിട്ട് സ്മോൾ. രണ്ടിന്റെ കോമ്പിനേഷൻ ഒക്കെ സെയിം തന്നെ, ബ്ലൂ ആൻഡ് റെഡ്. അപ്പൊ ഈ റെഡ് മാത്രം വയ്ക്കുമ്പോഴേക്കും അത് 1, റെഡും ബ്ലൂവും കൂടെ വരുമ്പോഴേക്കും 2, പിന്നെ റെഡ് ബ്ലൂ റെഡ് വരുമ്പോൾ 3. അങ്ങനെ ഇങ്ങനെ നീളത്തിലായിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ഈവൻ ഓഡ് കൺസെപ്റ്റ് വരും. റെഡ് മാത്രം വന്നപ്പോ 1, പിന്നെ റെഡ് ബ്ലൂ, അപ്പൊ എൻഡ് ചെയ്യുന്നത് ബ്ലൂവിലാണ്. ദാറ്റ് മീൻസ് 2 ആയി, ഈവൻ നമ്പർ. നെക്സ്റ്റ് റെഡ് ബ്ലൂ റെഡ്, ഇപ്പൊ എൻഡ് ചെയ്തത് വീണ്ടും റെഡില്, അഗെയിൻ റെഡില്. സോ ദാറ്റ് മീൻസ് അത് ഓഡ് നമ്പർ. ആ രീതിയിലുള്ള കൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടും. പിന്നെ സൈസ്, ലാർജ് നമ്പർ റോഡ്സ് ഉണ്ട്, സ്മോളും ഉണ്ടല്ലോ. അപ്പൊ അത് തമ്മിലുള്ള സ്മോൾ ലാർജ് എന്നുള്ളത് കിട്ടും, കൗണ്ട് ചെയ്യാൻ പറ്റും. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, അങ്ങനെ അതിന്റെ ഷേപ്പ് അതെല്ലാം ക്യൂബോയിഡ് ഷേപ്പാണ്. ഇതെല്ലാം കുട്ടികൾക്ക് മനസ്സിലാവും. അങ്ങനെ പല പല സെൻസറി മെറ്റീരിയൽസ് ഉണ്ട്. ടച്ച് ടാബ്ലറ്റ്സ് ഉണ്ട്, പലതരം ടെക്സ്ചർ ഉള്ള ടച്ച് ടാബ്ലറ്റ്സ് ഉണ്ട്. തൊടുന്ന സമയത്ത് ആ ഒരു ടെക്സ്ചർ ഡിഫറൻസ് അത് നല്ലപോലെ മനസ്സിലാകും. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടാണ് കൂടുതലും സെൻസോറിയൽ ഏരിയാസിൽ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത്. ഇതെല്ലാം കുട്ടിയുടെ ബ്രെയിനിലേക്ക് ഒരു ഇംപ്രഷൻ ആയിട്ട് പോകും. കൺട്രോൾ ഓഫ് എറർ ഇതെല്ലാം മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കളർ ഡിസൈൻ, അങ്ങനെ കളർ ക്രോമാറ്റിക് സെൻസ് വരും. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ പല ഏരിയയിലുള്ള ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. മോർ ലെസ് ആ ഒരു കൺസെപ്റ്റ് കിട്ടും, ഓഡ് ഈവൻ കൺസെപ്റ്റ് കിട്ടും ചില മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ. പിന്നെ ചില മെറ്റീരിയൽസിന്റെ കളർ അത് ഭയങ്കര വൈബ്രന്റ് കളേഴ്സ് ആയിരിക്കും. ആ കളറിനോട് ഭയങ്കര ഒരു താല്പര്യമായിരിക്കും. അപ്പൊ അങ്ങനെ ഈ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത കുട്ടികൾ പല കാര്യങ്ങളും ചെയ്യും. ഓക്കെ, പിന്നെന്തായിരിക്കായിരുന്നു? കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യാം. 35 പേരുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ നമ്മളുടെ ഉള്ള മെറ്റീരിയൽസ് അനുസരിച്ച് ആ 35നെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ക്വൈറ്റ്ലി പല വർക്കുകൾ ചെയ്യിക്കാം. ക്ലാസ്സിൽ അത്രയും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് അങ്ങനെ ഗ്രൂപ്പ് ഡൈനാമിക്സ് നമുക്ക് ചെയ്യാം. സാറ് എനിക്ക് അങ്ങനെയായിരുന്നു. ഒരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് പുറത്തേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള ഗ്രൂപ്പ് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഇരുന്ന മെറ്റീരിയൽസ് വെച്ച് ആക്ടിവിറ്റി ചെയ്യും. അവരുടെ ഓൾമോസ്റ്റ് ഫിനിഷ് ആകുമ്പോഴേക്കും പുറത്തു പോയ ഗ്രൂപ്പ് അകത്ത് വന്ന് മെറ്റീരിയൽസുമായിട്ട് ചെയ്യുമ്പോൾ ഇവര് പുറത്തേക്ക് പോകും. അങ്ങനെ ചെയ്യാം. ആ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി അനുസരിച്ച്. അല്ലെങ്കിൽ കുറെ കുട്ടികൾ വെറുതെ നിൽക്കുക, അതൊന്നും മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടക്കാറില്ല. അപ്പൊ ഇനീഷ്യലി ഇതുപോലെ ഓർഡിനറി ടീച്ചറെ പോലെ തന്നെ ചെയ്യണം. അവരോട് കഥ പറയണം, പാട്ട് പാടണം, ഗെയിംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടും സാർ ഇതുപോലെ ചെയ്യിക്കുമായിരുന്നു. ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരുമ്പോഴേക്കും സാർ അവരെ ജിഷ അവരെ കൊണ്ടുപോയിട്ട് ഒരു ആക്ഷൻ സോങ് ചെയ്യിക്കും. പിന്നെ അവിടെ ഡാൻസുകളും
ആക്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിലപ്പോൾ അപ്പുറത്തിരുന്ന് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും താല്പര്യം തോന്നുവാണെങ്കിൽ ഒരു ഓടി വന്ന് നമ്മളുടെ ഒപ്പം ജോയിൻ ചെയ്യും. അത് ശരിക്കും അവർക്കൊരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ഫ്രീഡം ടു ചൂസ് ദ ആക്ടിവിറ്റി എന്ന് പറയുന്ന പോലെ ഡാൻസ് ചെയ്യാൻ അവർക്ക് താല്പര്യമെങ്കിൽ അവരങ്ങനെ ഇവിടെ രീതിയിൽ. അപ്പൊ അങ്ങോട്ട് വരണ്ടെന്നോ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ കുട്ടി ഡെവലപ്ഡ് ആവണം, നമ്മള് മാറി മാറി പോകണം. ആക്ടിവിറ്റീസ് അതിന്റെ പീക്കിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും പിന്നെ നമ്മളുടെ ഇന്റർവെൻഷൻ കുറയണം. അതാണ് ഹി മസ്റ്റ് ഇൻക്രീസ് ആൻഡ് ഐ മസ്റ്റ് ഡിക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് തീരും. പിന്നെയുള്ളത് നമുക്ക് യൂണിറ്റ് 10 ആണ് മോണ്ടിസോറി ടേംസ്. നിങ്ങൾക്ക് മോഡൽ എക്സാം കഴിയുമ്പോൾ, അതായത് മെയിൻ എക്സാമിന് മുമ്പ് ഒരു റിഫ്രഷിംഗ് സെഷൻ ഞാൻ വെക്കും. 1.5 hours. മെയിനായിട്ടും പാർട്ട് 3 തുടങ്ങും. പിന്നെ നോക്കി വരിക ഡൗട്ട്സ് ഉള്ളത്. അത് മോഡൽ എക്സാമിന് അല്ല, മെയിൻ എക്സാമിന് മുമ്പായിരിക്കും കേട്ടോ, മോഡൽ എക്സാമിന് ശേഷം പ്രാക്ടിക്കൽസ് എല്ലാം കഴിഞ്ഞിട്ട്. സോ പ്ലാൻ ചെയ്യും ഓരോ കാര്യങ്ങളും, ഡേറ്റ് ഒക്കെ നോക്കിയിട്ട്. MT5 ബാച്ചിന്റെ മാത്രമാണ് എക്സാം. കാരണം MT4ന്റെ ഓൾമോസ്റ്റ് തീരാറായി, എക്സാം കഴിയാറായി, മെയിൻ എക്സാം കഴിയാറായി. അപ്പോ നിങ്ങളുടെ തന്നെയാണ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നേക്കുന്നത്, വേറെ ആരുടെയല്ല. ഓക്കെ, സോ ഓക്കെ, നമുക്ക് അതിന്റെ എന്തെങ്കിലും പറയാനുണ്ടോ? മാം തീർത്തിട്ടോ മാം, കാരണം മോഡൽ ഞങ്ങക്ക് എന്താ റീഫ്രഷ്മെന്റിന്റെ ക്ലാസ് കിട്ടിയാലുള്ള ഞങ്ങക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം ഒക്കെ. അപ്പൊ മിസ് ഞങ്ങളെ മോഡലിന്റെ മാർക്ക് കണ്ടിട്ട് മിസ് ഞങ്ങളെ വിലയിരുത്തരുത്. ഒരിക്കലും ഇല്ല, ഞാൻ ഒരു മാർക്ക് കണ്ടിട്ടും ആരെയും വിലയിരുത്തില്ല. അല്ല ഈ ഞാൻ മാർക്ക് നോക്കുന്നുള്ളൂ, അല്ലാണ്ട് ഞാൻ ആരോടും എന്ത് പറ്റിയെന്ന് ഒന്നും ഞാൻ ചോദിക്കാറില്ല. ചിലർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും, എനിക്ക് ഇത്ര മാർക്ക് കിട്ടി മാം, താങ്ക് യു മാം എന്നൊക്കെ പറഞ്ഞാൽ വെരി ഗുഡ് എന്നേ പറയുള്ളൂ. അതല്ല, നോട്ടൊന്നും എഴുതിയെടുക്കുന്നില്ല. ഞങ്ങൾ ഈ കേട്ടുള്ള ആ ഒരു അറിവ് വെച്ച് എങ്ങനെയാണ് ഇതിന്ന് ക്വസ്റ്റ്യൻ വരിക. മറ്റു മിസ്സുമാരൊക്കെ പിന്നെ ഞങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്ന് ഓക്കെയാണ് ആ ഭാഗം. പക്ഷെ ഇവിടെ മിസ്സിന്റെ ക്ലാസ് കുറച്ചൊരു എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളൊരു പേടി. അപ്പൊ മോഡലില് ഞങ്ങൾ മാർക്ക് കണ്ടിട്ട് ഞങ്ങളെ വിലയിരുത്തരുത്. അത് ഞങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് മെയിൻ എക്സാമിന് വിലയിരുത്തുള്ളൂ. അപ്പൊ ഞാൻ എവിടെയോ ശരിയാവാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിലയിരുത്തുള്ളൂ. ഐ ഹാവ് ടു കറക്റ്റ് എന്നുള്ള രീതിയിൽ എക്സാം. മിസ്സിന് വിഷമാവരുത് വെച്ചിട്ട് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ മിസ്സിന് വിഷമം എന്നാണ്ട് ഞങ്ങൾ മെയിൻ എക്സാമിന് ഇപ്പൊ ഞങ്ങള് മോഡലിൽ ഇത് വെച്ചിട്ട് ഞങ്ങൾ എഴുതിക്കൊണ്ട്. എനിക്ക് ഒരു മെസ്സേജ് വന്നു, എക്സാം ഫീ ഉണ്ടോന്ന്. അതിനെപ്പറ്റി എനിക്ക് നല്ലൊരു ഐഡിയ ഇല്ല. പെൻഡിങ് പേയ്മെന്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം എന്നാണ് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ഓഫീസുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യൂ. നിങ്ങളെ കോൾ ചെയ്യുന്ന ആരും ഉണ്ടല്ലോ ഓഫീസിൽ നിന്ന്. എക്സാമിന് ഫീ ഒന്നുമില്ല. മെയിൻ എക്സാമിന് ഫീ ഉള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്, ഞാൻ വിളിച്ച് ചോദിച്ചു നോക്കണം. മോഡൽ എക്സാമിന് ഫീ ഒന്നുമില്ല. മോഡൽ എക്സാമിന് ഇല്ല മാം. ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാറില്ല. അപ്പൊ ഈ വൈവ എപ്പോഴാ വരിക എന്താന്നുള്ളത് അറിയില്ല. എങ്ങനെ സ്ലോട്ട് ബുക്ക് ചെയ്യാം? ആദ്യം നമ്മളൊരു ഗൂഗിൾ ലിങ്ക് ആയിരുന്നു ഒരു ഗൂഗിൾ ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു നിങ്ങളുടെ കൺവീനിയന്റ് ടൈം ചോദിച്ചുകൊണ്ട്. അപ്പൊ അത് വേണ്ട. ഇപ്പൊ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡൽ എക്സാം ഒന്ന് കഴിയട്ടെ അല്ലെങ്കിൽ മെയിൻ എക്സാം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആരെങ്കിലും ഒരാള് ഗ്രൂപ്പിൽ, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഞാൻ വൈവ അറ്റൻഡ് ചെയ്യാൻ തയ്യാറുള്ള ഒരു ടാഗ്ലൈൻ ഗ്രൂപ്പിലും ഇല്ല. ആണോ? എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഫുൾ ലിസ്റ്റ് ആണ്. വൈവ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ന് പറഞ്ഞിട്ട് പേര് ആഡ് ചെയ്ത് എനിക്ക് ആ ഫുൾ ലിസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്താൽ മതി. പേരെന്തായിരുന്നു? അൽസുബി. അൽസുബി തന്നെയാണുള്ള പേര്. അൽസുബി ഈ പേഴ്സണൽ ഗ്രൂപ്പിൽ ഇല്ല എന്നാണോ പറഞ്ഞത്? ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇല്ല എന്നാണോ പറഞ്ഞത്? പേഴ്സണൽ ഗ്രൂപ്പിലില്ല. ഞാൻ പേഴ്സണൽ ഗ്രൂപ്പിലില്ല. പേഴ്സണൽ ഗ്രൂപ്പിൽ ആഡ് ആവാൻ താല്പര്യമുണ്ടോ? ഇല്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി. താല്പര്യമുണ്ടോ? അപ്പൊ ഇവർക്ക് ആർക്കെങ്കിലും നമ്പർ പ്രൊവൈഡ് ചെയ്യൂ, അവർ ആഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് എനിക്ക് തന്നാൽ മതി. ഓക്കെ. സെമിനാർ ചെയ്യാൻ പറ്റാത്തവർക്ക് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മതി. ഇനിയിപ്പോ സബ്മിഷൻ വേണ്ട, അസൈൻമെന്റ് ആയിട്ട് കയ്യിൽ കീപ്പ് ചെയ്യാം. വൈവയുടെ ടൈമിൽ ഞാൻ ചോദിക്കാം. എനിക്ക് ഇത്രയും പേര് എനിക്ക് വാട്സപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വൈവ ടൈം ആകുമ്പോൾ അത് കറക്റ്റ് ആക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു 1 or 2 സെഷൻസ് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ട് നമ്മുടെ ആ പീക്കിന്റെ ടൈം ഉണ്ടായിരുന്നല്ലോ, 2:30 തുടങ്ങി 3:30 ടൈമോ ഏതാണെന്ന് വെച്ചാൽ ടൈമിലാണെങ്കിൽ ക്ലാസ് എടുക്കണം, എനിക്ക് സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്യണം താല്പര്യമുള്ളവർ വേണമെങ്കിൽ ചോദിക്കാം, ടൈം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അത് കീപ്പ് ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ സെമിനാർ റിപ്പോർട്ടായിട്ട് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അസൈൻമെന്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് വൈവ ടൈമിൽ അത് ഒന്ന് അതിനെപ്പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാം. അത്രേ ഉള്ളൂ.
ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ ആ നമ്പർ ഞങ്ങള് മെസ്സേജ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നമ്പർ. അത് ഏതെങ്കിലും നമ്പറിൽ ഒന്ന് ഹായ് മെസ്സേജ് ആക്കി കേട്ടോ. അത് ചെറിയൊരു നമ്പർ ചാറ്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്. ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. മോഡൽ എക്സാം ആണ്. ആ മോഡൽ എക്സാമിന്റെ മെയിൻ എക്സാമിന്റെ ഒക്കെ ഉണ്ടാവും. മെയിൻ എക്സാമിന്റെ ഉണ്ട്. അതിന്റെ സ്പെസിഫിക് തിയറി പ്രാക്ടിക്കൽ. ഹലോ മാം, ഞാനിപ്പോ ഇട്ട നമ്പറിൽ പേഴ്സണൽ ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്യോ? നമ്പർ ഓക്കെ ഫൈൻ. ഓക്കെ മാം. താങ്ക് യു മാം. ഒന്ന് മ്യൂട്ട് ചെയ്യാം. സമയത്ത് ഞാൻ ഫെബ്രുവരിയാണുള്ളത്. അപ്പൊ എന്റെ വർക്ക്സ് എല്ലാം ഇരിക്കുന്ന നാട്ടിലാണ്. അപ്പൊ മെയ് ലാസ്റ്റ് ഞാന് നാട്ടിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതിന് മുന്നേ ഉണ്ടാവുമോ വൈവേ? മുമ്പ് ഉണ്ടാവില്ല. എന്തായാലും മോഡൽ എക്സാം കഴിഞ്ഞിട്ടേ ഞങ്ങൾ വൈവയ്ക്ക് നോക്കുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. മിസ് നേരത്തെ എത്ര കുട്ടികളുണ്ട് ഇതിലെന്ന് ചോദിച്ചായിരുന്നു. 200 പേരുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ കാണുന്നുള്ളത്. 200 പേരുടെ വൈവ് എടുക്കണം അല്ലേ? എത്ര ടീച്ചർമാരുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലാത്ത? 3 പേർക്ക് 200 പേരെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എന്തായാലും ലിസ്റ്റ് തരും, നമുക്ക് നോക്കാം. ലിസ്റ്റ് എന്നിട്ട് ടൈം ടേബിൾ ഇടും. അതായത് ആ ലിസ്റ്റ് നോക്കിയിട്ട് ടീച്ചർമാരുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് ടൈം ടേബിൾ നിങ്ങളുടെ പേഴ്സണൽ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇടും. അപ്പൊ ആ ടൈം ടേബിൾ നോക്കി അതിനനുസരിച്ച് ആ ടൈമിൽ ജോയിൻ ആവാൻ റെഡി ആയിട്ട് വന്നാൽ മതി. ഇനി ജെനുവിൻ എന്തെങ്കിലും റീസൺ ആ ഒരു ടൈമിൽ പറ്റില്ല, സുഖമില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രം എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ടൈം ഒന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് മാറ്റിത്തരാം. പക്ഷെ അതുപോലുള്ള റീസൺ ആയിരിക്കണം കേട്ടോ. ഇപ്പൊ എല്ലാവരും കൂടെ അയ്യോ എനിക്ക് ടൈം പറ്റില്ല അങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടും. അല്ല, ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുമ്പോ ടൈം കിട്ടുകയാണെങ്കിൽ ചെയ്യൂലേ മിസ്സേ? വൈവക്ക് ടൈം കിട്ടുകയാണെങ്കിൽ പ്രാക്ടിക്കൽ കുറച്ച് പേര് ചെയ്യൂലേ? ആ സമയത്ത് നമ്മളെ റെക്കോർഡും പിന്നെ ആ ആക്ടിവിറ്റീസ്, ആ പുസ്തകം, അസൈൻമെന്റ്, നമ്മളെ സർവേ അതൊക്കെ ചെയ്ത് അത് മാത്രം പോരെ. ബാക്കി ഞങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ട് കൊടുന്നാൽ മതി എന്നാ പറഞ്ഞു. നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ വീഡിയോ ആക്കിയിട്ട് കൊടുന്നാൽ മതി എന്നാ പറഞ്ഞു. യെസ്, അത് മതി. കഴിഞ്ഞ ബാച്ചിൽ വന്നവരോട് അങ്ങനെ പറഞ്ഞു. അവർക്ക് മെറ്റീരിയൽസ് എല്ലാം കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോയോ അല്ലെങ്കിൽ ഒരു പിക്ചറോ എടുത്തിട്ട് അന്ന് വൈവ് അറ്റൻഡ് ചെയ്യുന്നവര് അങ്ങനെ കാണിച്ചാൽ മതി. റെക്കോർഡും സെമിനാർക്ക് റെക്കോർഡ് ബുക്കിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീല് വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ, നമ്മുടെ സൈൻ വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ. അപ്പൊ അതൊക്കെ അതിനനുസരിച്ച് കൊണ്ടുവരിക. ബാക്കിയുള്ളത് നിങ്ങൾ ഒരു ഷോർട്ട് വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അയച്ചാൽ മതി. പിക്ചർ ആയാലും മതി. ഓക്കെ, മലയാളത്തിൽ ചോദിക്കൂലേ മിസ്സേ? എന്താണ് മലയാളത്തില് ഇംഗ്ലീഷിൽ മാത്രം ചോദിക്കാതെ മലയാളത്തിൽ ചോദിക്കൂലേ ചോദിക്കുക? ഞങ്ങളല്ലേ ഉണ്ടാവുമല്ലോ, കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ, then ഞാൻ ലീവ് ചെയ്യണേ. ബൈ. താങ്ക് യു.